മീര, എന്താ പറു? നീ എന്ത് ചെയ്യാ? കണ്ടിട്ടും മനസ്സിലാവുന്നില്ലേ? റൂം തൂത്തോണ്ടിരിക്കുക. ഓ, കൊറേ സമയം നിന്നടുത്ത് തന്നെ തൂക്കുക, അതുകൊണ്ട് ചോദിച്ചാ. അത് പിന്നെ ഇവിടെ കൊറേ പൊടിയുണ്ട്, തൂത്തിട്ടും പോകുന്നില്ല. നിന്റെ കയ്യില് ഭൂതക്കണ്ണാടി ഉണ്ടോ? ഭൂതക്കണ്ണാടിയോ? ആ, എന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇവിടെ പൊടിയൊന്നും കാണുന്നില്ല. ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയപ്പോഴാണോ നീ ഇവിടെ പൊടി കണ്ടതെന്ന് അറിയാനാ. കുളിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ ഇവിടെ എല്ലാം തൂത്തതാ. ഇപ്പൊ നീ ഇങ്ങനെ തൂത്തുകൊണ്ട് നിന്നാ മതിയോ? മണി 8 ആവാറായി. നിനക്ക് ജോലിക്കൊന്നും പോണ്ടേ? പോണം, പക്ഷെ എനിക്കങ്ങനെ ഇത്ര മണിക്ക് പോണോന്നില്ലല്ലോ. എന്റെ സമയത്തിന് പോയാ മതിയല്ലോ. ആയിഷ എന്താ റെഡിയാവാത്ത? നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? അല്ല, ഞാൻ പോയാലും പോയില്ലെങ്കിലും നിനക്കെന്താ? നീ എന്തിനാ അത് അന്വേഷിക്കുന്നേ? അതെന്റെ പേഴ്സണൽ കാര്യമാ, നീ അത് തലയിടണ്ട. ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞതല്ലേ, എന്നിട്ട് നിനക്ക് എന്നോട് പിണക്കം മാറിയില്ലേ? വേണമെങ്കില് ഞാൻ നിന്റെ മുന്നില് കൈ കൂപ്പി മാപ്പ് പറയാം. ദേ, എന്റെ മുന്നിൽ നീ കൈകൂപ്പിയാ ആ കൈ ഞാൻ തല്ലി ഒടിക്കും. എടി കഴുതേ, ആയിഷ നിന്നെ വെറുതെ ചൂടാക്കാൻ പറയുന്നല്ലേ? ആണോ ആയിഷ? അതെ, ഫസ്റ്റ് അവർ മൂർത്തി സാറിന്റെ ക്ലാസ്സാ. മൂർത്തി സാറിന്റെ ക്ലാസ് ഭയങ്കര ബോറാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ കയറുന്നുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാ മതി. പറു, കഥയും പറഞ്ഞു നിന്നാ നീ കമ്പനി ചെല്ലാൻ ലേറ്റ് ആവും. കരുതാകെ നിന്നെ എടുത്തിട്ട് കൊടയും ചെയ്യും. അയ്യോ, വൈകി വരട്ടെ. വാ ആയിഷ, ഇത് വേണോടി? അവളുടെ പെർമിഷൻ ഇല്ലാതെ തെറ്റാ നമ്മൾ ചെയ്യുന്നത്. തെറ്റ് തന്നെയാ, പക്ഷെ നമ്മൾ എന്തിനാ ഈ തെറ്റ് ചെയ്യുന്നത്? അവൾക്ക് വേണ്ടി തന്നെയല്ലേ? അവൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും അവളെ ആരും പറ്റിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലേ അതാണ് നമ്മൾ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഗന്ധർവന്റെ ലെറ്റർ, പിന്നെ ആ വോക്ക്മാൻ. പാറുവിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് രണ്ട് കൈ കിട്ടിയാ മതി. അത് അവളെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നമ്മളത് തെരഞ്ഞു കണ്ടുപിടിക്കണം. ഈ റൂമിലല്ലാതെ വേറെ എവിടെ അവൾക്ക് അത് ഒളിപ്പിക്കാൻ കഴിയില്ല. അവളുടെ ബാഗ്, തലേണ, കിടക്കയുടെ അടിയില് എല്ലായിടത്തും നോക്കണം. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. നമ്മൾ കാണാതിരിക്കാൻ അവൾ അതെവിടെയോ പൂഴ്ത്തി വെച്ചിരിക്ക. അങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ, കണ്ടുപിടിച്ചേ പറ്റൂ. ആ, വാ. ഇല്ല, ഇവിടെ എവിടെയും ഇല്ല. വാ. എവിടെ കൊണ്ട് എന്താ? എന്ത്? അല്ല, രണ്ടുപേരുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്ത് ചെയ്യാനടി, ജന്മന അത് അങ്ങനെയായി പോയി. നീ എന്തിനാ തിരിച്ചു വന്നത്? സൈക്കിളിന്റെ ചാവി എടുക്കാൻ മറന്നുപോയി. ഉണ്ട്, എന്തോ കള്ളക്കളിയുണ്ട്. നിനക്ക് വട്ട അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഇന്ന് ജോലിക്ക് പോണ്ട. ആ, എന്നിട്ട് വേണം കരുനാഗത്തിന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. ഇനി നമ്മൾ എവിടെ തിരയാ? ആ എഴുത്തും വാക്ക്മാനും അല്ല, ഗന്ധർവൻ അയച്ചു കൊടുത്ത ഒരു സാധനവും ഇവിടെ ഇല്ല. എല്ലാം അവൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എന്തോ ഒരു വലിയ രഹസ്യം അവള് നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെന്ന് തന്നെ അതിന്റെ അർത്ഥം. ആ രഹസ്യം എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ.
എന്തിനാ ഈ സാരികള്? നമ്മുടെ കമ്പനിന്ന് സാരികൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? എന്തിനാ ഏതിനാന്നൊക്കെ പിന്നെ പറയാം. ആദ്യം ഈ സാരീസ് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ. ഈ സാരികളിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ പറഞ്ഞ നീ ഏതായിരിക്കും സെലക്ട് ചെയ്യാൻ? അങ്ങനെ പറഞ്ഞാ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. കാരണം മൂന്നും സൂപ്പറാ. പക്ഷേ ഒന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഏതെടുക്കും? ഈ സാരി ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യാ. കാരണം കയറി വന്നപ്പോ തന്നെ എന്റെ കണ്ണുകൾ സ്ട്രൈക്ക് ചെയ്തത് ഈ സാരിയില്ല. ഗ്രേറ്റ്. എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടത്. അല്ല, ഇത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വെഡിങ് ആനിവേഴ്സറിക്കും ആന്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണോ? അല്ല, വേറൊരാൾക്ക് കൊടുക്കാന്. വേറൊരാൾക്ക് കൊടുക്കാനോ? ആർക്ക്? പാർവതിക്ക്. പാർവതിയെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറയുമ്പോ ഫംഗ്ഷന് വന്ന എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീളും. അവർക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ അവളെ ബോധിക്കണ്ടേ? അതിനായി സാരി. ഒരുപാട് സമയത്ത് അധ്വാനമുണ്ട് ഇതിന്റെ പുറകില്. ടൗണിലുള്ള എല്ലാ ടെക്സ്റ്റൈൽസിലും കയറി ഇറങ്ങി മനസ്സിന് പിടിച്ച 3 എണ്ണം വാങ്ങി. എന്നാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമല്ലോ. അതുകൊണ്ടാ ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. എന്റെ ടേസ്റ്റും നിന്റെ ടേസ്റ്റും ഒന്ന് തന്നെ. പാർവതിക്ക് ഈ കളർ നന്നായി ചേരുമല്ലേ? കാരണം അവള് നല്ല ഫെയർ അല്ലേ? അതെ, നന്നായി ചേരും. ഓക്കെ മുക്ത, നീ അവളോട് എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാൻ പറ. നീ പ്ലാൻ ചെയ്തോളൂ കൈലാഷ്. ഞാനും ചിലത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്റെ മുഖത്ത് കാണുന്ന സന്തോഷത്തിന് ഇനി ആയുസ് അധികം ഇല്ല.